ഓണസദ്യക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണല്ലേ പച്ചടി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു അടിപൊളി വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ വെള്ളരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 400 ഗ്രാമിൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിൻ്റെ തൊണ്ടും ഉള്ളിലുള്ള കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1.5 കപ്പാണ് കേട്ടോ എനിക്ക് അത് നുറുക്കി കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെള്ളരിക്ക നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളവും 1 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഏതാണ്ട് ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് വെള്ളരിക്ക നന്നായിട്ട് വെന്ത് കിട്ടും. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിൽ ചേർക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. 3/4 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 1/2 സ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കണം. അതാദ്യം തന്നെ ചേർക്കില്ല. ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ കടുക് ചേർത്ത് കൊടുക്കാൻ. കടുക് വല്ലാതെ അങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണിനടുത്ത് കടുകും കൂടെ ചേർത്ത് ഒരു 2-3 പൾസ് ചെയ്തങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കടുക് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു കിട്ടും. ഇതുപോലെ ഇതിനകത്ത് കടുക് നമുക്ക് കാണാൻ പറ്റണം. വല്ലാതെ അരഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അരഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് രുചി വരും. നമ്മുടെ അരപ്പ് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 മിനിറ്റ് നേരത്തോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് നമ്മുടെ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തൈര് ചേർക്കാം. 1 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്തിട്ട് പിന്നെ വെട്ടി തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട. അങ്ങ് ചെറിയ തിള വന്ന് തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൂടെ ചേർക്കണം. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്താണ് നമ്മൾ താളിക്കുന്നത്. അപ്പോൾ വേറെയും ഓണസദ്യ വിഭവങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക. അതുപോലെ തന്നെ വെള്ളരിക്ക പച്ചടി ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്